വളരെ ദൂരെയായിട്ട് ഈ ഒരു വലിയ മലയിടുക്ക്, ഇതിൻ്റെ മലയിടുക്കുകളിൽ ഈ സിംഹവാലൻ കുരങ്ങുണ്ട്. കാടിൻ്റെ ശബ്ദത്തിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വളരെ പ്രിസൈസായിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് വെള്ളം അവിടെ ഉണ്ടെന്നുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ശബ്ദങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങൾ മനസ്സിലാവും. കരടിയുടെ കാഷ്ടമാണ്. വഴിയിൽ വല്ലതും ആശം ഉണ്ടാകുന്നുണ്ട്, എവിടെയെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒത്തിരി ട്രെക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഗസ്ത്യർകൂടം യാത്രയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള നീരുറവാണ്. എപ്പോൾ തളർന്നാലും നമുക്ക് വെള്ളം കുടിക്കാനുള്ളൊരു അവസരം. പ്രാണികളെന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഭാഗമാണ്, ഒരു ട്രൈബൽ വിഭാഗമാണ്. അവരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിന് എങ്കിലും അവിടെ ചെല്ലുമ്പോൾ ആ ഒരു പ്രകൃതിയുടെ ഒരു അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള സെൻറ്റിമെൻറ്റ്സ് എല്ലാം പൂർണ്ണമായിട്ടും ഷട്ട്ഡൗൺ. ആ ഒരു ദിവസം, ശിവരാത്രി ദിവസം, അവരുടെ ആ സെൻറ്റിമെൻറ്റ്സിനൊക്കെ വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു ദിവസം അവർക്കായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയെങ്കിലും ചെയ്ത് തന്നെ വലിയൊരു കാര്യം. ഈ ട്രക്കിങ്ങിന് വരുന്ന ആളുകളെല്ലാം മുകളിലെത്തിക്കാൻ ഇവരെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഫോറസ്റ്റുകാരാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ കൊണ്ടുപോകുന്നതും വഴിയിൽ നിന്ന് ചുമക്കുന്നതും എല്ലാം ഈ കാണി വിഭാഗത്തിൽപ്പെട്ട കൊച്ചു പിള്ളേരാണ്. കാരണം അവർക്ക് ഈ കാടിൻ്റെ സ്പന്ദനം അറിയാവുള്ളൂ. നമ്മൾ അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ ചവിട്ടി മെതിച്ചിട്ടാണ് അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ പിൽഗ്രിം സെൻറ്റർ എന്നുള്ള, അല്ലെങ്കിൽ പിൽഗ്രിം വോയേജ് എന്നുള്ള മാറി സോ കോൾഡ് മോഡേൺ ട്രക്കിംഗ് സ്പോട്ടായി ഈ സ്ഥലം ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, അമൃതാണ്. ഇത് അഗസ്ത്യർകൂടം ട്രക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നീണ്ട ഒരു വ്ളോഗാണ്. ഈ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ അഗസ്ത്യർകൂടത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഉപകരിച്ചേക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്, കുറച്ച് ലെങ്തിയാണ് വീഡിയോ. മോർ ദാൻ എ വ്ളോഗ്, ഐ എം ട്രൈങ് ടു ഷെയർ മൈ വ്യൂസ് അബൌട്ട് അഗസ്ത്യർകൂടം ട്രക്കിംഗ്. സോ തുടർന്ന് നമുക്ക് ഈ യാത്രയിലെ വിശേഷങ്ങൾ ഡിസ്കസ് ചെയ്യാം. അഗസ്ത്യർകൂടം ട്രക്കിങ്ങിന് വന്നതാണ്. അട്ടാർ ക്യാമ്പിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക്, ക്യാമ്പല്ല, അത് കഴിഞ്ഞിട്ട് മൊട്ടക്കുന്നെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഇതുപോലെ പുൽമേടുകളാണ്, വിശാലമായ പുൽമേടാണ്. ഒത്തിരി ദൂരം നടക്കാനുണ്ട് അങ്ങനെ പുൽമേട്ടിലൂടെ. നല്ല രസമാണ് പുൽമേട്ടിലൂടെ നടക്കാൻ. പക്ഷെ എനിക്കിങ്ങനെ വരുന്ന സമയത്ത് മസിൽ ക്രാമ്പിങ് ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് അട്ടാറിന് കുറച്ച് മുന്നേ ഉള്ള ഒരു വാട്ടർഫോൾസ് കുളിച്ചു. അപ്പോൾ അവിടെ വെച്ച് നോക്കി ഇങ്ങനെ മസിൽ പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മല, അത് കഴിഞ്ഞിട്ടാണ് അതിരുമല വരുന്നത്. ഇവിടെ എന്നാൽ നമുക്ക് അഗസ്ത്യർകൂടം കാണാം. ഇവിടെ നല്ല കുറച്ച് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അഗസ്ത്യർകൂടം കാണാം, എൻ്റെ മകുടം കാണാം. പക്ഷെ അങ്ങനെ മുകളിലോട്ട് കയറി കുറെ കൂടെ അങ്ങ് പോയി. ഏതാണ്ട് 2 കിലോമീറ്റർ കൂടെ, 2 കിലോമീറ്റർ അല്ല, 1 കിലോമീറ്റർ കൂടെ നടന്നു. അപ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ മസിൽ ക്രാംസ് ആക്കുക. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് വിഡ്രോ ചെയ്തത്. അങ്ങനെ വിഡ്രോ ചെയ്തതിന് കാര്യം, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നൊരു മുട്ടിടിച്ചാൻ പാറ എന്ന് പറഞ്ഞ് ഭയങ്കര ടഫ് ടെറൈനാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അങ്ങ് വിഡ്രോ ചെയ്തു. അപ്പോൾ വീണ്ടും മഴ തുടങ്ങാൻ പോകുന്നു, ഭയങ്കര ഇരുണ്ട കാലാവസ്ഥ. അപ്പോൾ അങ്ങനെ അഗസ്ത്യർകൂടം യാത്ര അങ്ങ് ഒഴിവാക്കി. എങ്കിലും അഗസ്ത്യൻ്റെ താഴ്വരയിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പറ്റി. ഇന്നലെ പൗർണമിയായിരുന്നു. ഇവിടെ ഒരു പാറയുടെ മുകളിൽ കുറച്ച് നേരം ഒന്ന് ധ്യാന നിമഗ്നായിട്ടിരിക്കാനൊക്കെ സാധിച്ചു. അതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ അഗസ്ത്യർകൂടം ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട്. ഏതൊരു സിദ്ധവൈദ്യ വിദ്യാർത്ഥിക്കും സിദ്ധ വഴികളിലൂടെ നടക്കുന്ന ഒരാളിനായിരുന്നാലും അഗസ്ത്യർകൂടം യാത്ര ഒരു ലൈഫിലെ ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ്. എന്നാലും എനിക്കൊരു തവണ അത് കയറാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കയറാൻ പറ്റാതിരുന്നതിൽ ഒരു നിരാശയില്ല. കയറാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി അല്ല എനിക്ക് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഇറങ്ങിയത്. ഫോറസ്റ്റിൽ അറിയിച്ചു. അപ്പോൾ അവരിവിടെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒരാളിനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഹാൾട്ട് ചെയ്തു. അവർ ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഇവിടെയാണ് ഞാൻ ക്യാമ്പ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന കരുതലൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇന്നലെ തന്നെ തിരിച്ചിറങ്ങുന്ന സമയത്തൊരു ആളിന് ഇറങ്ങുമ്പോൾ, അതായത് അഗസ്ത്യർകൂടം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആളുകൾ ഇതുപോലെ മസിൽ ക്രാംസും ഒക്കെ ആയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട്. അപ്പോൾ ഉടൻ തന്നെ അവർ, ഇവിടുത്തെ സ്റ്റാഫ്സും പിന്നെ ഈ കാണിക്കാരുണ്ട്, അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്ന് സ്ട്രെച്ചറിൽ അതുവഴി ആളിനെ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു 2 കിലോമീറ്റർ അടുത്തായിട്ട്, അതായത് പേപ്പാറയുടെ ഡാമിൻ്റെ സൈഡിലായിട്ട് വാഹന ആക്സസ് ഉണ്ട്. അവിടെ വന്ന് അവരെടുത്തുകൊണ്ട് പോയി ആളിന് മെഡിക്കൽ എയ്ഡൊക്കെ കൊടുത്തിട്ട് കുതിരം കൊണ്ടുപോയി. ഇന്നലെ ഇവിടെ കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഇവിടെയും മെഡിക്കൽ എയ്ഡിനുള്ള എല്ലാ സപ്പോർട്ടിങ് ഡിവൈസസ് എല്ലാം ഉണ്ട്. ഞാൻ യാത്രയ്ക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇങ്ങനെ എടുത്തു പറഞ്ഞിരുന്നു, എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രമേ ടോപ്പിൽ കയറാവുള്ളൂ. അച്ഛന് പട്ടാളത്തിലായതുകൊണ്ട് തന്നെ ഇവ കാര്യങ്ങളിലൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ട്. പ്രത്യേകിച്ച് പുള്ളി എൻ്റെ ഹെൽത്തിൽ വളരെ കോൺഷ്യസുമാണ്. അപ്പോൾ ആ വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുമായിരുന്നു. അതായത് ഒരു
തവണ അല്ല മസിൽ ക്രാംസ് വന്നത്, 2 തവണ 3 തവണ 4 തവണ 5 തവണയൊക്കെ മസിൽ ക്രാമ്പ് ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, എൻ്റെ നാട്ടുകാരാണ്. നമ്മൾ തന്നെയാണ് എല്ലാ തവണയും ആ ഒരു ടീമായിട്ട് തന്നെയാണ് വരുന്നത്. അവർ സ്പ്രേ ഒക്കെ അടിച്ചും ഒരുപാട് എന്നെ ഒന്ന് മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവർക്ക് എന്നെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ ഇറ്റ്സ് ഫോർച്ചുനേറ്റ് ഇതുവരെയുള്ള ട്രെക്കിങ് ഐ എൻജോയ്. പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഉള്ള ഈ മുട്ടക്കുന്നും ഈ ഒരു പരിസരം കംപ്ലീറ്റ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇൻ കേസ് എന്നെ കൊണ്ട് ടോപ്പിൽ, അതായത് സെക്കൻഡ് ഹില്ലിൽ കയറാൻ പറ്റില്ല, ബേസ് ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള അഗസ്ത്യർകൂടം, മെയിൻ അഗസ്ത്യർകൂടം കയറാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ബേസ് ക്യാമ്പിൻ്റെ അവിടെ കഴിഞ്ഞ് നമുക്ക് അഗസ്ത്യർകൂടം നല്ലൊരു വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഒന്ന് ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലും എനിക്ക് അതിന് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു മെയിൻ സ്ഥലം ഒന്ന് കയറുക എന്ന് പറയുന്നത് ടഫാണ്. അപ്പോൾ ഇവിടുത്തെ വാച്ചർ പുള്ളി ഇന്ന് പോവും. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളിയും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യും. നടക്കാനൊക്കെ ചെറിയൊരു മസിൽ ക്രാംസ്, നെഞ്ചുകൊണ്ടൊക്കെ മസിൽ ക്രാമ്പ് വരിക എന്ന് പറഞ്ഞാൽ അത് പിന്നെ അത്ര ഈസി അല്ല, പെട്ടെന്നൊന്നും ആ പെയിൻ മാറത്തില്ല. പിന്നെ അതിനുള്ള എമർജൻസി കിറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓയിൻമെൻ്റൊക്കെ എടുത്തിട്ടു. കുറേ മെഡിസിൻസ് ഒക്കെ ഞാനും കരുതിയിരുന്നു, അതൊക്കെ എടുത്തു. ഇന്നലെ പൗർണമി കൂടെ ആയിരുന്നുകൊണ്ട് ഇവിടെ ഒരു പാറയുടെ മുകളിൽ ഞാൻ ഇങ്ങനെയായിരുന്നു കുറേ നേരം ഏകാന്തമായിട്ട്. ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇന്നലെ ഇതിനകത്തോടെ സൗണ്ടൊക്കെ കേട്ടു. ഞാൻ വിചാരിച്ചിനി വല്ല കാട്ടുപോത്തും വന്ന് തള്ളിയൊക്കെ ഇട്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വാച്ചറിനെ ഇട്ടിട്ടുണ്ട്, പോസ്റ്റിംഗ് ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷം കൊണ്ടാണ് ഇവിടെ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇവിടെ കടന്നു പോയപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞ് എന്തെങ്കിലും പണി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹാൾട്ട് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ ഇവിടുത്തെ രഞ്ജിത്ത് എന്ന പേര് ഇവിടുത്തെ വാച്ചറാണ്. ആൾ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം നമ്മൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ബാക്കിയെല്ലാം അവർ നമ്മൾ ടേക്ക് കെയർ ചെയ്തോളും. ഇതാണ് എൻ്റെ സാരഥി. ഇതിനെ കൊണ്ടാണ് ആദ്യമേ യാത്ര പോയത്. ആദ്യത്തെ യാത്രയ്ക്ക് ഇതിനെയും കൊണ്ടാണ് പോയത്. അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് അട്ടയാർ ബേസ് ക്യാമ്പ് ഒന്ന് തിരിക്കുക. വളരെ ദൂരെയായിട്ട് ഈ ഒരു വലിയ മലയിടുക്ക്, ഇതിൻ്റെ മലയിടുക്കുകളിൽ ഈ സിംഹവാലൻ കുരങ്ങുണ്ട്.